ഗിരീഷ് ഏരിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടു. വാട്ട് എ മൂവി മാൻ, ഐ ലവ്ഡ് ഇറ്റ്. എന്ത് രസമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു നെഗറ്റീവ് റിവ്യൂ പോലും പറയാൻ തോന്നാത്ത ഒരു സിനിമ. ഈ ഓണം ശരിക്കും ഈ സിനിമ തൂക്കി. കഴിഞ്ഞ ക്രിസ്മസ് നിവിൻ പോളിയുടെ സർവമായ തൂക്കിയെങ്കിൽ ഈ ഓണം നിവിൻ പോളിയുടെ തന്നെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് തൂക്കി. ഒരു പെർഫെക്റ്റ് റോംകോ മൂവി. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുവാണ്, ഈ ഒരു മൂവി നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. കാരണം നിങ്ങൾ ഈ മൂവി കണ്ട് ഇറങ്ങുമ്പോൾ യു വിൽ ബി സോ ഹാപ്പി ദാറ്റ് ഇതുപോലൊരു സിനിമ കണ്ടല്ലോ എന്നുള്ളൊരു ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയായിരിക്കും നിങ്ങൾ തിയേറ്ററിന് പുറത്തിറങ്ങുന്നത്. ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയിൽ കുറേ ക്യാമിയോസ് കൊണ്ടുവരുന്നതിനല്ല കാര്യം. നല്ല ഡെപ്തുള്ള സോളിഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് നല്ലൊരു ഫിലിം മേക്കർ ഡയറക്റ്റ് ചെയ്താൽ ഏതൊരു മൂവിയും കൺവിൻസിങ് ആകും, ഹിറ്റാകും എന്നതിന് ഒരു വലിയ എക്സാമ്പിളാണ് ഈ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഗിരീഷ് ഏടിക്ക് ഓഡിയൻസിൻ്റെ പൾസ് അറിയാടോ. അതിപ്പോൾ സൂപ്പർ ശരണി ആയിക്കോട്ടെ, തണ്ണീർമത്തനായിക്കോട്ടെ, പ്രേമലു ആയിക്കോട്ടെ, ഇപ്പോൾ ബെത്ലഹേം ആയിക്കോട്ടെ, എല്ലാത്തിലും അദ്ദേഹം ഒരു റോംകോ പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. അതായത് റൊമാൻസ് കോമഡി പരിപാടിയാണ്. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് തന്നെയാണ്. അത് നന്നായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നു. ഇതിൽ അദ്ദേഹം ഡയറക്ടർ മാത്രമല്ല, കിരൺ ജോസിനൊപ്പം കോ റൈറ്റർ കൂടിയാണ്. ജസ്റ്റിൻ ഡേവിഡായിട്ട് നിവിൻ പോളി, ആഷ്ലി ആയിട്ട് മമിത. എനിക്ക് ഈ നിവിൻ പോളിയാണ് ഇഷ്ടം. ചില സാധനങ്ങളുണ്ടല്ലോ, ചില ക്ലോസപ്പ് എക്സ്പ്രഷൻസ്, റിയാക്ഷൻസ്, ചില സിമ്പിൾ ഹ്യൂമേഴ്സ്, ഇത് നിവിനെ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് ഈ ക്യാരക്ടർ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു ക്യാരക്ടറിന് എനിക്ക് നിവിൻ പോളി അല്ലാണ്ട് വേറൊരാളെ ഓപ്ഷനായിട്ട് തോന്നുന്നില്ല. ആ കൈൻഡ് ഓഫ് ചാമും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് മമിത ബൈജു, ഷീസ് എ സോളിഡ് പൊട്ടൻഷ്യൽ ആർട്ടിസ്റ്റ്. ഞാനിത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ് ആണ്. പ്രൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, ഇതൊരു റോംകോ പരിപാടിയാണ്, റൊമാൻസ് കോമഡി പരിപാടി. നിവിനും മമിതയായിട്ട് ഏകദേശം 12-13 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അവർ തമ്മിലുള്ള കെമിസ്ട്രി കാണാൻ ഭയങ്കര രസമാണ്. ഇതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരു നിര തന്നെയുണ്ട്. പേരെടുത്ത് പറയാനാണെങ്കിൽ സംഗീത് പ്രതാപ്, സുരേഷ് കൃഷ്ണ, ശ്യാം മോഹൻ, ബിന്ദു പണിക്കർ, ശ്രിന്ദ, റോഷൻ ഷാനവാസ്, വിനയ് ഫോർട്ട്, അഭിരാം രാധാകൃഷ്ണൻ. അങ്ങനെ എല്ലാവർക്കും അവരുടെ ക്യാരക്ടേഴ്സിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അവർ അടിപൊളിയായിട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. ഈവൻ ബിന്ദു പണിക്കറിന്റെ ക്യാരക്ടർ ഒരു കന്യാസ്ത്രീ ആയിട്ടാണ് വരുന്നത്. ഒരു 15-20 മിനിറ്റ് മാക്സിമം സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ക്യാരക്ടറിന് പോലും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സ്റ്റോറിയിൽ. ഇതിൽ ഗ്ലിക്സൺ, അതായത് റോഷൻ ഷാനവാസിന്റെ കോമഡീസ് ഒക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ശ്യാമോഹൻ ചെയ്യുന്ന ഒരു സിനിമ റെഫറൻസ് ഉണ്ട്. മൈ ഗോഡ്, ആ ഒരു 5-10 മിനിറ്റ് ഉണ്ടല്ലോ, പുള്ളി വേറൊരു സംഭവം അങ്ങ് ചെയ്തു വെച്ചേക്കുക. ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ഈ സിനിമയുടെ ഒരു ബ്യൂട്ടി നമുക്ക് ഫീൽ ചെയ്യുന്നത്. പ്രൊഡ്യൂസേഴ്സ് ഭാവന സ്റ്റുഡിയോസ്, ഫാത് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ. ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. മിനിമം ഗ്യാരണ്ടിയാണ് ഇവർ കൊണ്ടുവരുന്ന മൂവി. കമ്പോസർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയ്. സിനിമയിലെ സിറ്റുവേഷൻസ് അനുസരിച്ച് ബ്ലെൻഡ് ആയി പോകുന്ന മ്യൂസിക്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും. സിനിമാറ്റോഗ്രാഫർ അജ്മൽ സാബു, എഡിറ്റർ ആകാശ് ജോസഫ് കൃത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഒട്ടും വലിച്ചു നീട്ടാതെ കറക്റ്റായിട്ട് ആ ഒരു പേസിൽ തന്നെ സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൽ കുറച്ച് സ്പൂസും മൂവി റെഫറൻസും ഒക്കെ ഉണ്ട്. അതെല്ലാം ആ ഒരു സിറ്റുവേഷൻ ആപ്റ്റാണ്. കോമഡി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചളി വാരി എറിഞ്ഞ് ഭയങ്കര വെറുപ്പിക്കുന്ന പരിപാടി ഒന്നും ഇതിലില്ല. സിറ്റുവേഷനിൽ മാച്ചായി പോകുന്ന രീതിയിൽ, ബ്ലെൻഡായി പോകുന്ന രീതിയിൽ, ഒരു കോൺവെർസേഷണൽ രീതിയിൽ തന്നെയാണ് ഓരോ കോമഡിയും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കതും വർക്കായിട്ടുണ്ട് എന്ന് കരുതി ഇത് കണ്ട് തല കുത്തി നിങ്ങൾ ചിരിക്കുന്നല്ല, പക്ഷേ നിങ്ങൾ ചിരിക്കും. ഇതിലെ ഫൈറ്റ് സീൻസ് ആണെങ്കിൽ പോലും വളരെ സിറ്റുവേഷണൽ ആയിട്ടുള്ളൊരു ഫൈറ്റ് സീൻ. അതിൽ വലിയ ആന കുതിര കൊറിയോഗ്രഫി ഒന്നും ഇല്ല. നമ്മുടെ സാധാരണ നാട്ടിൻപുറത്ത് ഫൈറ്റ് ഒന്നും ചെയ്യാത്ത ഒരാൾ ഇടിക്കാൻ വരുമ്പോൾ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യുമല്ലോ, അതെങ്ങനെയാണോ അങ്ങനെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആരും പ്രൊഫഷണൽ ഇടിക്കാരൊന്നും അല്ല. സോ ഭയങ്കരമായിട്ട് നമുക്കത് കണക്ട് ചെയ്യും. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, അങ്കമാലി കറുകുറ്റി സൈഡിലൊക്കെ ഉള്ള ഒരു പള്ളിയോടനുബന്ധിച്ചുള്ള ഒരു കുടുംബ യൂണിറ്റ്, അവിടേക്ക് മുണ്ടക്കയം പോലുള്ള സ്ഥലത്ത് നിന്ന് ഒരു കുടുംബം ഇങ്ങോട്ട് വരുന്നു. അവരുമായിട്ടുള്ള കോൺവെർസേഷൻസ്, കണക്ഷൻസ് എങ്ങനെ ബിൽഡ് ചെയ്യുന്നു. നമ്മളും നമ്മുടെ ഫാമിലിയും ഈ യൂണിറ്റിലുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്രയും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ പള്ളിയിലൊക്കെ കാണുന്ന ഒരു സാധാരണ പെൺകുട്ടി. സോ ഓവറോൾ കോമ്പിനേഷനാണ് ഈ സിനിമയുടെ സക്സസ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കാണാം. അതിപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും, ഏത് ടൈപ്പ് ഓഫ് ഏജ് ഗ്രൂപ്പിനെ കൊണ്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സിനിമ പോയി കാണാം. ഉറപ്പായിട്ടും നിങ്ങളിത് എൻജോയ് ചെയ്യും. ആൻഡ് ഐ റിക്വസ്റ്റ്, നിങ്ങളിത് പോയി കാണണം. ഈ ഒരു ഓണക്കാലത്ത് കണ്ട് രസിച്ചിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സിനിമ.